നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽ. പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഒരു കേന്ദ്ര സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ഇൻഫർമേഷൻ ആണ്. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഒരു നവരത്ന സെൻട്രൽ പബ്ലിക് സെക്ടർ എന്റർപ്രൈസ് ആയ സെൻട്രൽ വെയർ ഹൗസിംഗ് കോർപ്പറേഷനിലെ നിലവിലുള്ള വിവിധ ഒഴിവുകളിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം. കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങൾ ഇതുപോലെ ഇൻഫർമേഷൻസ് ഇനിയും ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് ഇതിന്റെ വിശദാംശങ്ങൾ നോക്കാം. ഒന്നാമത് മാനേജ്മെന്റ് ട്രെയിനി ജനറൽ 40 വേക്കൻസികളാണുള്ളത്. അൺറിസർവ്ഡ് പോസ്റ്റാണ് 19 എണ്ണം. ഇത് ശമ്പളം 60,000 മുതൽ 1,80,000 എന്നുള്ളതാണ്. 28 വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. വിവരണ പ്രായത്തിൽ 28 വയസ്സാണ്. മാനേജ്മെന്റ് ട്രെയിനി ടെക്നിക്കൽ 13 ഒഴിവുകളുണ്ട്. അതിലേക്ക് 28 വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. ഇതിനും 60,000 മുതൽ 1,80,000 എന്ന സ്കെയിലായിരിക്കും ശമ്പളം ലഭിക്കുക. അക്കൗണ്ടന്റ് 9 ഒഴിവുകളുണ്ട്. 40,000 മുതൽ 1,40,000 എന്ന സ്കെയിലായിരിക്കും ശമ്പളം ലഭിക്കുക. 30 വയസ്സുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. സൂപ്രണ്ട് മാരുടെ 22 ഒഴിവുകളുണ്ട്. അതിന് 30 വയസ്സാണ് ഉയർന്ന പ്രായപരിധി. 40,000 മുതൽ 1,40,000 എന്ന സ്കെയിലായിരിക്കും ശമ്പളം ലഭിക്കുക. ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റുമാരുടെ 81 ഒഴിവുകളാണുള്ളത്. 29,000 മുതൽ 93,000 എന്ന സ്കെയിലേക്ക് ശമ്പളം ലഭിക്കുക. 28 വയസ്സാണ് ഉയർന്ന പ്രായപരിധി എന്ന കാര്യം കൂടി ഇവിടെ ഓർത്തിരിക്കുക. സൂപ്രണ്ടുമാരുടെ 2 ഒഴിവുകളുണ്ട്. 40,000 മുതൽ 1,40,000 എന്ന സ്കെയിലിൽ ശമ്പളം ലഭിക്കുക. 30 വയസ്സാണ് ഉയർന്ന പ്രായപരിധി. ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് SRD 10 ഒഴിവുകളുണ്ട്. 29,000 മുതൽ 93,000 എന്ന സ്കെയിലിൽ ശമ്പളം ലഭിക്കുക. 28 വയസ്സുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റുമാരുടെ 2 ഒഴിവുകളുണ്ട്. 29,000 മുതൽ 93,000 എന്ന സ്കെയിലിൽ ശമ്പളം ലഭിക്കുക. 28 വയസ്സാണ് ഇതിനേക്കുള്ള ഉയർന്ന പ്രായപരിധി എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഇനി നമുക്ക് ഇതിന്റെ ക്വാളിഫിക്കേഷൻസ് നമുക്ക് നോക്കാം. ഓരോന്നിന്റെയും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കാം. ഇതിന്റെ ഷെഡ്യൂൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓൺലൈൻ രജിസ്ട്രേഷൻ 2024 ഡിസംബർ 14 മുതൽ 2025 ജനുവരി 12 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയും. ഓൺലൈനായിട്ട് ഫീസ് അടയ്ക്കാനും ഇതേ ദിവസം തന്നെ 2025 ജനുവരി 12 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഫീസ് അടയ്ക്കാനായിട്ട് കഴിയും. പരീക്ഷയ്ക്ക് 10 ദിവസം മുമ്പ് നിങ്ങൾ കോൾ ലെറ്റർ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് കഴിയും. ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഓൺലൈൻ എക്സാമിനേഷനും ബാക്കി ഡോക്യുമെന്റ് വെരിഫിക്കേഷനും ഇന്റർവ്യൂ ഡീറ്റെയിൽസ് പിന്നീട് അറിയിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഡേറ്റ് തന്നിട്ടില്ല. അപ്പം പരീക്ഷ നിങ്ങൾ അറിയിക്കാൻ 10 ദിവസം മുമ്പ് നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് ഓൺലൈനായിട്ട് ഡൗൺലോഡ് എടുക്കാനായിട്ട് കഴിയും. ഇന്ത്യൻ സിറ്റിസൺസ് ആയിട്ടുള്ളവർക്കാണ് അപേക്ഷിക്കാനായിട്ട് കഴിയും. നമ്മുടെ ക്വാളിഫിക്കേഷൻസ് നോക്കി കഴിഞ്ഞാൽ മാനേജ്മെന്റ് ട്രെയിനി ജനറൽ പോസ്റ്റിലേക്ക് ഡിഗ്രിയും അതോടൊപ്പം ഫസ്റ്റ് ക്ലാസ് MBA ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. MBA സ്പെഷ്യലൈസേഷൻ പേഴ്സണൽ മാനേജ്മെന്റ്, ഹ്യൂമൻ റിസോഴ്സ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ റിലേഷൻസ്, മാർക്കറ്റിംഗ് മാനേജ്മെന്റ്, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്നിവ അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള MBA ബിരുദമായിരിക്കണം എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. മാനേജ്മെന്റ് ടെക്നിക്കിന് വേണ്ട യോഗ്യത എന്നുള്ളത് 1ാം ക്ലാസ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ബിരുദം അഗ്രികൾച്ചർ, അതായത് എൻറ്റമോളജിയോടെയുള്ള അഗ്രികൾച്ചർ അല്ലെങ്കിൽ മൈക്രോബയോളജി, ബയോകെമിസ്ട്രി അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി MSc ബയോകെമിസ്ട്രി, സുവോളജി വിത്ത് എൻറ്റോമോളജി ഒക്കെ ഉള്ളവർക്കൊക്കെ അപേക്ഷിക്കാനായിട്ട് കഴിയും. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ വെയർ ഹൗസിംഗ് ആൻഡ് കോൾഡ് ചെയിൻ മാനേജ്മെന്റ് ഉള്ളവർക്ക് മുൻഗണന ലഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത അക്കൗണ്ടന്റ് പോസ്റ്റിലേക്ക് BCom അല്ലെങ്കിൽ BA കൊമേഴ്സ് അല്ലെങ്കിൽ CA അല്ലെങ്കിൽ CW ഉള്ളവർക്കും അപേക്ഷിക്കാനായിട്ട് കഴിയും. സൂപ്രണ്ട് പോസ്റ്റിലേക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഏതെങ്കിലും വിഷയത്തിലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ബിരുദമുള്ളതാണ് വേണ്ട യോഗ്യത. ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് യോഗ്യത അഗ്രികൾച്ചറിലുള്ള ഡിഗ്രിയാണ്. അതുപോലെ സുവോളജി, കെമിസ്ട്രി അല്ലെങ്കിൽ ബയോകെമിസ്ട്രി ഒരു സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. സൂപ്രണ്ട് പോസ്റ്റിലേക്ക് ഏതെങ്കിലും വിഷയത്തിലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് SRD പോസ്റ്റിലേക്ക് അഗ്രികൾച്ചറൽ ബിരുദം, സുവോളജി, കെമിസ്ട്രി, ബയോകെമിസ്ട്രിയും സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് യോഗ്യതയും അഗ്രികൾച്ചർ അതോടൊപ്പം സുവോളജിയും കെമിസ്ട്രിയും ബയോകെമിസ്ട്രി ഇതിലും പഠിച്ചിരിക്കണം, സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ടവരാണ് അപേക്ഷിക്കാനായിട്ട് കഴിയുക എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഇപ്പൊ എല്ലാ ക്വാളിഫിക്കേഷൻസും നേരത്തെ അറ്റൻഡ് ചെയ്തവർക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയുക എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. SC/ST കാരുള്ളവർക്ക് 5 വർഷവും OBC നോൺ ക്രിമിനൽ ആയിട്ടുള്ളവർക്ക് 3 വർഷവും ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതായിരിക്കും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അപേക്ഷ ഫീസ് ഉണ്ട്. അപേക്ഷ ഫീസ് ഡീറ്റെയിൽസ് പറയാം. അതുപോലെ പരീക്ഷയുടെ ഡീറ്റെയിൽസും കൊടുത്തു. മാനേജ്മെന്റ് ട്രെയിനി ജനറൽ ടെക്നിക്കല്, അതുപോലെ അവർക്കുള്ള പരീക്ഷയുടെയും, അതുപോലെ അക്കൗണ്ടന്റ്, സൂപ്രണ്ട്, അങ്ങനെ ഓരോ പരീക്ഷയുടെയും ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസും അതുപോലെ മോഡലും അതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വരിക എന്നുള്ള കാര്യമാണ് കൊടുത്തത്. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും.
ആവശ്യമുള്ള ഡോക്യുമെന്റ്സ് എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2024 ഡിസംബർ 14 മുതൽ ജനുവരി 12 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയും. അതുപോലെ നിങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ, സിഗ്നേച്ചർ, ലെഫ്റ്റ് ഹാൻഡിന്റെ ഇംപ്രഷൻ, തമ്പ് ഇംപ്രഷൻ, അതുപോലെ ഒരു ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ, ഇതൊക്കെ നിങ്ങൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ബാക്കി സർട്ടിഫിക്കറ്റിന്റെ കോപ്പിയൊക്കെ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഫൈനലാകാൻ പറ്റും. അപേക്ഷാ ഫീസും അല്ലെങ്കിൽ ഇന്റിമേഷൻ ചാർജ് ഉൾപ്പെടെ SC കാരായിട്ടുള്ളവർക്കും ഡിസബിലിറ്റി ഉള്ളവർക്കും എക്സ് സർവീസ്മെൻ കാൻഡിഡേറ്റ്സ്, വനിതാ കാൻഡിഡേറ്റ്സുകൾക്കെല്ലാം 500 രൂപ ഇന്റിമേഷൻ ഫീ മാത്രം കൊടുത്താൽ മതിയാവും. ബാക്കി എല്ലാ കാൻഡിഡേറ്റ്സും, അതായത് അൺറിസർവ്ഡ് കാൻഡിഡേറ്റ്സും OBC കാൻഡിഡേറ്റ്സും ഒക്കെ ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് 850 രൂപയും ഇന്റിമേഷൻ ഫീ ആയിട്ട് 500 രൂപ ഉൾപ്പെടെ 1350 രൂപ ഫീസായിട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ടെന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. അപ്പോൾ സെൻട്രൽ വെയർ ഹൗസിംഗ് കോർപ്പറേഷന്റെ വെബ്സൈറ്റ് ആയ www.cewacor.nic.in എന്ന സൈറ്റിലെ കരിയർ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാൻ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് ലഭിക്കും. അതിൽ ക്ലിക്ക് ഹിയർ ടു അപ്ലൈ ഓൺലൈൻ ഫോർ അഡ്വർടൈസ്മെന്റ് നമ്പർ 2024/01 എന്നുള്ളതിന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആപ്ലിക്കേഷന്റെ ബാക്കി ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്ത് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയും. അതേപോലെ എക്സാമിനേഷൻ സെന്ററുകളുണ്ട്. ഓൺലൈനായിട്ട് തന്നെ ഫീസ് അടയ്ക്കണം എന്ന കാര്യങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക. കേരളത്തിലും എക്സാമിനേഷൻ സെന്ററുകളുണ്ട്. നമുക്ക് എക്സാമിനേഷൻ സെന്റർ കൂടെ മനസ്സിലാക്കാം. കേരളത്തിലെ എക്സാമിനേഷൻ സെന്ററുകൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കൊച്ചി, എറണാകുളം, തിരുവനന്തപുരം, കണ്ണൂർ, കൊല്ലം, തൃശ്ശൂർ, കോട്ടയം എന്നിവയാണ് കേരളത്തിലെ എക്സാമിനേഷൻ സെന്റർ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെന്റർ ചൂസ് ചെയ്യാനായിട്ട് കഴിയും. ഇത്രയും കാര്യങ്ങളാണ് വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. താല്പര്യമുള്ളവർക്ക് ഈ അവസരം പരമാവധി വിലപ്പെടുത്തുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഒരു നവരത്ന കമ്പനിയാണ്, സെൻട്രൽ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ആണ്. അവിടെയാണ് ജോലി എന്ന കാര്യം മനസ്സിലാക്കുക. ഇതുപോലെയുള്ള ഇൻഫർമേഷൻസ് ഇനിയും ലഭിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ്, സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. താങ്ക് യു.